ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ബ്രൈഡ് ടു ബി അവളുടെ കല്യാണമാണ്. സൺഡേ ആണ് കല്യാണം, കൊല്ലത്ത് വെച്ചിട്ടാണ് കല്യാണം. സോ ഞങ്ങൾ സാറ്റർഡേ ഇവിടുന്ന് പോവുകയാണ്, എൻ്റെ വീട്ടിൽ നിൽക്കാം. അപ്പോൾ അവിടുന്ന് പിന്നെ കല്യാണത്തിന് പോവാം. അപ്പോൾ അവിടെ വലിയ ഡിസ്റ്റൻസ് ഇല്ല. അപ്പം അങ്ങനെ ഇതിപ്പോൾ രാത്രി ഒരു 10 മണിയായിട്ടുണ്ടാവും. ഞങ്ങളിങ്ങനെ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വഴിയെ കാണാം. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുന്ന പോലെ തന്നെ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഓക്കെ, 5 പേരില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ 2 ഊബറിലായിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് 3 പേര് ഒരു ഊബറിലും 2 പേര് വേറെ പറഞ്ഞതിലും ആയിട്ടിങ്ങനെ പോവായിരുന്നു. സോ ഞങ്ങളൊരു 10:30-11 മണി ആയപ്പോഴേക്കും ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിന്ന് വൈകുന്നേരം ഒരു 5:30-6 മണിക്കാണ് ഫംഗ്ഷന് പോകാനുള്ളത്. അപ്പൊ ആ ഒരു സമയം അനുസരിച്ച് എനിക്ക് വീട്ടിലെത്തിയാൽ മതി, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. സോ ആദ്യമേ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് വീട്ടിൽ പോകാനും ഏകദേശം ഒരു 2 മണിയാകുമ്പോഴല്ലേ എത്തുള്ളൂ. അപ്പൊ രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കായംകുളത്ത് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അപ്പൊ അവിടെ പോയി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവർക്കും ചായ രാവിലെ മസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചായ വേണം. അപ്പൊ ഞങ്ങൾ രാവിലെ ഒരു ചായയും പിന്നെ എന്താ കട്ട്ലേറ്റും വടയും, ചിലര് കട്ട്ലേറ്റ് പറഞ്ഞു, ചിലര് വട പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലൈറ്റായിട്ട് രാവിലെ കഴിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ കോഫി ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പൊ ഞങ്ങളിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു 12-12:15 ആയപ്പോഴേക്കും കൊല്ലത്തോട്ടുള്ള ഒരു ഫാസ്റ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി. എനിക്ക് ചാത്തന്നൂരാണ് ഇറങ്ങാനുള്ളത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ചാത്തന്നൂർ ഇറങ്ങി. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അപ്പം അവൻ ഞങ്ങളെ പിക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് അങ്ങനെയായിരുന്നു പ്ലാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ ആക്ച്വലി ഇത് എൻ്റെ വീട്ടിലല്ല സ്റ്റേ ചെയ്യുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്, എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിലാണ്. അത് കുറച്ചുകൂടി ഈ മാരേജ് നടക്കുന്ന സ്ഥലത്തിന് അടുത്താണ്. സോ ഞങ്ങൾ ആദ്യമേ അവിടെ ചെന്നിട്ട് നല്ല ടയർഡ് കേട്ടോ. ഈ വണ്ടി നല്ല തിരക്കായിരുന്നു, ബസ് നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നല്ല ടയർഡായി. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോഴത്തേക്ക് നല്ല ടയർഡായി. എങ്ങനെയും കഴിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. അവിടുന്ന് ഇതാണ് എൻ്റെ ചേച്ചിയുടെ വീട്. അപ്പൊ അങ്ങോട്ട് വന്നു. അങ്ങോട്ട് ഒരു 2:30-3 മണി ആയപ്പോഴേക്കും ഞങ്ങൾ വന്നു. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ടോ. ഹലോ, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു, കുറച്ച് നേരം കിടന്നു. ഇപ്പം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, ഇനി പോവാൻ പോവാണ്. അപ്പോൾ
ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കുറച്ചു നേരം വന്നു കിടന്നു, പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയി, ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് എന്താ കല്യാണ വീട്ടിലേക്ക് ഈവനിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയി. സോ ഞങ്ങളുടെ ഡ്രസ് കോഡ് വന്നിട്ട് ബ്ലാക്ക് ആയിരുന്നു. എല്ലാവരും തലേന്ന് ബ്ലാക്ക് ഇടാം എന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. ബ്ലാക്ക് പകരം ഇടാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചിലർക്കൊന്നും അതങ്ങനെ അക്സെപ്റ്റബിൾ അല്ല. ഈവൻ ഞങ്ങൾ എന്തായാലും ബ്ലാക്ക് ആണ് ഇട്ടത്. അങ്ങനെ അവിടെ പോയി ആളുടെ കല്യാണവും ഇനി തലേന്നത്തെ റിസപ്ഷനും പിറ്റേന്ന് ചെറുക്കന്റെ റിസപ്ഷനും എല്ലാം ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ വെച്ചിട്ടായിരുന്നു. സോ അന്ന് ഡൗൺ സ്റ്റേഴ്സിലാണ് തലേന്നത്തെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. പിറ്റേന്ന് നമ്മൾ ഇവിടെ വെച്ചായിരുന്നു ലഞ്ച് കഴിക്കണം, ആ ഒരു രീതിയിലുള്ള സെറ്റപ്പ് ആയിരുന്നു. പിന്നെ അവിടെ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ബൊഫേ ആയിരുന്നു. അങ്ങനെ ആളെയൊക്കെ ഞങ്ങൾ കണ്ടു. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ, ഒരുപാട് നേരം അവിടെ നിന്നില്ല. സോ ഇതാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് പിക്ചർ. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ആവശ്യമായിട്ടുള്ള ഫുഡായിരുന്നു. സോ ഞാൻ അപ്പമാണ് എടുത്തത്. അപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമും എല്ലാം കഴിച്ചിട്ട് പിന്നെ അവിടെ ഈ ഒരു ഡെക്കറേഷൻ പോലെ വെച്ചേക്കുന്നത്, നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ വെച്ചിരിക്കുന്നതാണ്. അത് അടിപൊളിയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പം ഇതാണ് അവരെ എന്നാ പറയുക ബാനർ, ഇതാണ് അവരുടെ ആ ഒരു ബാനർ. അപ്പം അവിടുന്ന് ഞങ്ങളൊരു 8:30 ആയപ്പോഴേക്കും തിരിച്ചു 8:30 ആയപ്പോഴത്തേക്ക് ഞാൻ വീടെത്തി. അപ്പം 8:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഇത് നമ്മുടെ ക്യാമറ, CCTV ഉണ്ടല്ലോ, CCTVന്റെ ആ ഒരു ലൈറ്റാണ് സംഭവം. പിന്നെ പിറ്റേന്ന് രാവിലെ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് രാവിലെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് കൂടി വിചാരിച്ചില്ല. പിന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ അമ്മ വന്നു, ഞങ്ങൾ ചായയൊക്കെ ഇട്ടു, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ചായയൊക്കെ ഇട്ടു. ഈ വീട് ആക്ച്വലി എല്ലാം അടങ്ങിയെടുക്കാണ്, കൂടെ വന്ന് ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പിറ്റേത് മാരേജിന്റെ അന്നത്തെ. അപ്പം അങ്ങനെ ചായയൊക്കെ ഇട്ടു, എല്ലാവരും കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ കല്യാണം 9:30 ആയിരുന്നു. 9:30 to 10 അതായിരുന്നു അവരുടെ മുഹൂർത്തം വരുന്നത്. അപ്പം രാവിലെ വരണം, അതായത് ഞങ്ങളൊരു 8:30 ആയപ്പോൾ തന്നെ, പിറ്റേന്ന് രാവിലെ 8:30 ആയപ്പോൾ തന്നെ റെഡിയായി ഇറങ്ങി. അതാ ഞാൻ പറഞ്ഞത്, രാവിലെ എടുക്കണ്ടേ എനിക്ക് സംശയമാണ്. ഇത് എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 7:30 ചായ. അപ്പൊ 8:30ക്ക് ഇറങ്ങണം, അതുകൊണ്ട് രാവിലെ എടുക്കണ്ടേ അങ്ങനെ ഒരു സംശയമായി. പിന്നെ എന്തായാലും ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഓഡിറ്റോറിയം ഓൾമോസ്റ്റ് ഫുൾ ആയി കേട്ടോ. ഐ മീൻ താഴെ എന്തായാലും ഇരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇത്രയും പേർ കൂടെ താഴെ ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയായി. അങ്ങനെ ഞങ്ങള് മേലില് ബാൽക്കണിയിൽ സീറ്റ് പിടിച്ചു. അപ്പൊ ഒരു 9:30 ആയപ്പോഴേക്കും രാവിലെയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളൊന്നും കഴിക്കാണ്ടാണ് വന്നത്. സോ രാവിലെ ഇവിടെ വന്ന് നേരത്തെ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പിന്നെ കല്യാണ പരിപാടികളൊക്കെ നടക്കുകയായിരുന്നു. സ്ക്രീൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. സ്ക്രീൻ ഇല്ലെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. സോ സ്ക്രീൻ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കല്യാണം. അപ്പം നമ്മളുടെ ഇവിടെ കോമൺലി ഇങ്ങനെയാണ്. ആദ്യമേ പേരൻസ് അല്ലെങ്കിൽ സിസ്റ്ററും അല്ലെങ്കിൽ ബ്രദർ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ വന്നിട്ട് ഇങ്ങനെ തൊഴുക, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം
എത്ര വേണ്ടെന്ന് വെച്ചിരുന്നാലും ഒരു 11 മണിയാകുമ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരണം. കാരണം പകുതി അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ 11 മണിക്ക് ഫുഡ് കഴിച്ചു. പായസമൊക്കെ കൂട്ടി ഭയങ്കര നല്ല സദ്യയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഐ മീൻ അന്ന് ഒട്ടും മഴയില്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതാണ് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ്. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.